ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെനസ്ഡേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ആമി സ്കൂളിൽ പോയിട്ടുണ്ട്. അവർക്കിപ്പോൾ എക്സാം നടക്കുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വീക്കിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ ബുധനാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ടെറസിലേക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. തലേ ദിവസം നൈറ്റ് നല്ല മഴയായിരുന്നേ. അങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ ചെടികളിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു തെറ്റിച്ചെടിയുടെ ആ ഒരു പോട്ടിനകത്ത് നന്നായിട്ട് തന്നെ ബക്കറ്റിൽ വെള്ളം കയറി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഒന്ന് ചരിച്ച് കളഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഗാർഡനിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒക്കെ കുറേ നേരം ഞങ്ങളിങ്ങനെ ഗാർഡനിൽ വന്ന് പൂക്കളെയൊക്കെ നോക്കി നിൽക്കും. ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറൊന്ന് തന്നെയാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് മൈൻഡൊന്ന് റിലാക്സ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് വരുന്നതിനിടയിൽ തന്നെ അടുത്ത മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, കുറേ ദിവസമായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വെയിലും വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലാണ്, ചിലപ്പോൾ രാവിലെയാണ്. അപ്പോൾ ഞങ്ങൾ ടെറസിലേക്ക് പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. താഴേക്ക് വന്നപ്പോഴത്തേനും കൊണ്ട് മഴ തുടങ്ങി. അപ്പോൾ എന്തായാലും ഞാനിന്ന് നമ്മുടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാത്രമല്ല ഇന്നത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള റൊട്ടീനും കൂടെയാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ താഴേക്ക് വന്നിട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെ കുളിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇന്ന് ക്ലീനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടുന്നതാണ്. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും വെക്കേഷൻ ടൈം ആകുമ്പോഴത്തേക്കും എനിക്കത് മുടി ഒന്ന് വെട്ടണമെന്നുണ്ട്. ഒന്നുകിൽ മെയ് മാസം, ഇല്ലെങ്കിൽ ഇതുപോലെ ഡിസംബർ മാസം. വർഷത്തിൽ ഒരു തവണ ഞാനിങ്ങനെ ഒന്ന് ലെയർ കട്ട് ചെയ്ത് വിടാറുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ മെയ് മാസം നാട്ടിൽ പോയപ്പോഴത്തേക്കാണ് ഇതുപോലെ ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം മുടി വളർന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇന്ന് എന്തെങ്കിലും ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആ ഒരു വാഷ് ബേസിലിരിക്കുന്ന ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഞാൻ കുറച്ച് കോളിൻ സ്പ്രേ ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നല്ലൊരു ടവൽ യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമിൽ ഈ ഒരു അലമാരയിലും ഗ്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അലമാരയിൽ മാത്രമാണ് നമുക്ക് ഗ്ലാസ് ഉള്ളത്. അപ്പോൾ ഇതും ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിവസവും ഒരു 30 മിനിറ്റ് നമ്മുടെ വീട്ടിലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം കുറച്ച് നേരം, ഞാൻ എപ്പോഴും ആമി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങ് നിൽക്കും. 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനിതൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നമ്മുടെ വീടിനുള്ളിലെ ജനലുകളെല്ലാമാണ് തുടയ്ക്കാമെന്ന് വിചാരിച്ചത്. അകം ഭാഗമാണ് തുടയ്ക്കുന്നത്. അപ്പോൾ പുറത്തുള്ള പണികൾ ഞാൻ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ജോലികൾ ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാനായിട്ട് നിൽക്കാറില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ടയേർഡായി പോവുകയും ചെയ്യും. പിന്നെ ആ ദിവസം മുഴുവനും നമുക്ക് ഇങ്ങനെ ഇതുപോലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പോലെ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ദിവസവും ഒരു 30 മിനിറ്റ് ഞാൻ കുറേശ്ശെ ഏതെങ്കിലുമൊക്കെ പോർഷൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വിടാറാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ജനലും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയ ഒരു TV നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു TV ക്ലീൻ ചെയ്യാനായിട്ട് നല്ല പേടിയാണ്. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ TVയുടെ ആ ഒരു ഡിസ്പ്ലേയുടെ പോർഷനിൽ ഇങ്ങനെ കോളിൻ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് TV കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇതുപോലെ ഡിസ്പ്ലേ വരുന്ന പോർഷനിൽ തുടയ്ക്കണ്ടാന്ന്. അതിനുശേഷം ഞാനങ്ങനെ അത് വെച്ച് തുടയ്ക്കാറില്ല. പിന്നെ TVയുടെ ഈ ഒരു ഡിസ്പ്ലേ തുടയ്ക്കുന്നതിനുള്ളൊരു സൊല്യൂഷൻ വീട്ടിലുണ്ട്. അപ്പോൾ എനിക്കത് പേടിയാണ്. ഞാനിനി ചെയ്തിട്ട് എന്തെങ്കിലും പണി കിട്ടുമെന്ന് പേടിച്ചിട്ട് ഹസ്ബൻഡാണ് അത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു AC-യുടെ ഒരു സെറ്റപ്പ് ബോക്സ് ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ക്ലീനിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബെഡ് ഒതുക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ വാങ്ങി വിരിച്ചിടുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളിൽ എത്ര പേർക്കാണ് ഇങ്ങനെ ബെഡ്ഷീറ്റിനോട് പ്രിയം കൂടുതലുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കിങ്ങനെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെ ബെഡ്ഷീറ്റ് ഇങ്ങനെ എടുക്കുന്നതാണ്. നല്ല കളറിലുള്ള ലൈറ്റ് കളറിലുള്ള ബെഡ്ഷീറ്റ് എവിടെ കണ്ടാലും ഞാൻ മാക്സിമം അത് മേടിക്കാനായിട്ട് നോക്കും. നമ്മുടെ റൂം എത്ര ചെറുതാണെങ്കിലും എത്ര ഇരുണ്ടതാണെങ്കിലും ലൈറ്റ് കളർ ബെഡ്ഷീറ്റ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈറ്റ് കളർ ബെഡ്ഷീറ്റ് നമ്മൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം
ഒന്ന് വീടൊക്കെ ഒന്ന് നോക്കി നിൽക്കാനായിട്ടും ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഈ ഒരു ബെഡിൻ്റെ അടിയിൽ, കട്ടിലിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമി കളിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അത്. ഞാൻ അതിൽ നിന്ന് ഒന്നും എടുത്ത് മാറ്റാറില്ല കേട്ടോ. അവൾക്ക് കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലം അതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് മാറ്റാനായിട്ട് നിൽക്കാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഒതുക്കിയിട്ടതിന് ശേഷം നേരെ നമ്മുടെ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ബെഡ്റൂമിൽ നിന്നാണ് തുടങ്ങുന്നത് ക്ലീനിങ്. കാരണം നമ്മുടെ ബെഡ് ഒന്ന് നീറ്റാക്കി ഇട്ടാൽ തന്നെ നമ്മുടെ വീട് ഒരുവിധം ഒരു 50% ഒന്ന് ഒതുങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ലിവിങ് റൂമിലിരിക്കുന്ന ഒരു TV യൂണിറ്റാണ് ക്ലീൻ ചെയ്യുന്നത്. ഇവിടെയും നമുക്കിരിക്കുന്ന TV-യിൽ ഞാൻ ഡിസ്പ്ലേയിലൊന്നും കൈവച്ച് തൊട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേടിയാണ് എന്തെങ്കിലും പണി കിട്ടുമെന്ന്. പിന്നെ അതിൻ്റെ വയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡെയിലി നമുക്കിത് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു പ്ലേ ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഡസ്റ്റ് ഇങ്ങനെ വീടിനുള്ളിൽ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഡെയിലി ഇത് ചെയ്താലാണ് വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. ചിലപ്പോൾ ഞാൻ 2 ദിവസത്തിലൊരിക്കൽ ചെയ്യും. ചിലപ്പോൾ എനിക്ക് തീരെ സുഖമില്ലാതിരിക്കുകയാണെങ്കിൽ ക്ലീനിങ് ഒന്നും ചെയ്യാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ഡസ്റ്റ് അലർജിയുടെ വലിയ പ്രശ്നമില്ല. ആമി വീട്ടിലുണ്ടെങ്കിൽ ഞാനിത് ചെയ്യാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. അവൾക്ക് ഡസ്റ്റ് അലർജി ഉള്ള കാരണം കൊണ്ട് മോൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഡസ്റ്റ് അടിച്ചിട്ട് അവൾക്ക് അങ്ങോട്ട് വയ്യാതാവും. പിന്നെ മാസ്ക് വെച്ചിട്ട് ചില സമയത്ത് ഞാൻ മുന്നെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഞങ്ങൾ താഴത്തെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ മാസ്ക് വെച്ചിട്ടായിരുന്നു ഞാൻ ഡസ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് പ്രശ്നമില്ല, അലർജിയുടെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് TV യൂണിറ്റിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും അഴുക്കുള്ളതായിട്ട് തോന്നത്തില്ല കേട്ടോ. പക്ഷേ അടുത്ത് നിന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഡസ്റ്റ് പിടിച്ചിരിപ്പുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത്. പിന്നെ ആ ഒരു വയറിൻ്റെ പോർഷനും ഹോം തിയേറ്ററിൻ്റെ സെക്ഷനും അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കോളിൻ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടാണ് ഒന്ന് തുടച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുറച്ച് നല്ല നീറ്റായിട്ട് ഇരിക്കുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മെസ്സിയാവുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ആമിയുടെ സ്റ്റഡി ടേബിളാണ് കേട്ടോ. കുട്ടികളുള്ള വീട്ടിൽ പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ, മക്കൾ പഠിക്കുന്ന ഏരിയയൊക്കെ ഒരുപാട് അങ്ങോട്ട് അഴുക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമിയുടെ സ്റ്റഡി ടേബിൾ ഞാൻ എപ്പോഴും അവൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നത്. അവളിപ്പോൾ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ അത് വീണ്ടും പഴയപടിയാക്കിയിടും. എന്നാലും പോകുന്ന വരയ്ക്കും ഒന്ന് വൃത്തിയായി കിടക്കുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഹാളിലുള്ള ഒരു ജനലും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏറ്റവും കൂടുതൽ ഡസ്റ്റ് വരുന്നൊരു സ്ഥലം ഇതാണ് കേട്ടോ. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ജനൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്ലാസ്സിലെ പോർഷനിലും ആ ഒരു സൈഡിലെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തേക്കുന്നതാണ്, അതിലൊക്കെ ഒരുപാട് ഡസ്റ്റ് ഇങ്ങനെ വന്നിരിക്കും. പിന്നെ ഞാനിപ്പോൾ പുറം ഭാഗമൊന്നും ക്ലീൻ ചെയ്യുന്നില്ല, ജസ്റ്റ് വീട്ടിനുള്ളിൽ മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് കോളിൻ യൂസ് ചെയ്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻവേർട്ടർ ഇരിക്കുന്ന പോർഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ആമി എന്ന് ഞാൻ അങ്ങോട്ട് കടത്തി വിടില്ല. ഞാനും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറി ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഞാനിപ്പോൾ തന്നെ പേടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ഒരുപാട് ചെലന്തി വല മാറാല കെട്ടി കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് അടിച്ച് വാരിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തേട്ടോ. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിൾ നമ്മുടെ സോഫയുടെ തൊട്ട് പുറകിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിലും ഒരുപാട് മാറാല അടിക്കുന്നൊരു സ്ഥലമാണ്. 2 ആഴ്ചയിൽ ഞാനിത് എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാറുണ്ട്. ഡെയിലി ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ ക്ലീൻ ചെയ്തതാണ്. പനിയൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിനൊന്നും നിന്നിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്തായാലും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കോളിനൊക്കെ യൂസ് ചെയ്തൊന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഡസ്റ്റിംഗ് ഒക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. മാറാല നമ്മൾ എത്ര അടിച്ചിട്ടാലും പെട്ടെന്ന് തന്നെ മാറാല പിടിക്കാറുണ്ട് കേട്ടോ. അത് എത്ര നമ്മൾ നീറ്റായിട്ട് ഇട്ടെന്ന് പറഞ്ഞാലും വരാറുണ്ട്. നമ്മുടെ വീടിനുള്ളിൽ അങ്ങനെ മാറാല കെട്ടിക്കിടക്കുന്നത് നല്ലതല്ല എന്ന് പറയാറുണ്ട്. കൈയോടെ തന്നെ കാണുമ്പോൾ അങ്ങ് അടിച്ച് തൂത്ത് കളയുന്നതാണ് എപ്പോഴും നല്ലത്.
അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെ വയ്യാതാവുന്ന സമയത്തൊന്നും ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടി ഇങ്ങനെ മാറാല പിടിച്ച് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നു തോന്നും. എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ അതൊക്കെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല. അതൊക്കെ നമ്മളിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ അങ്ങ് കളയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് അടിച്ച് വാരി ഇട്ടതിന് ശേഷം നേരെ വന്നിട്ട് നമ്മുടെ ആ ഒരു പൂക്കളിട്ടേക്കുന്ന ഉരുളിയിലുള്ള പൂക്കളും വെള്ളമൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓണത്തിന് മേടിച്ചിട്ടുള്ള അത്തപ്പൂ ഇടാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ പൂക്കൾ, അതാണിത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇതുപോലെ പൂക്കൾ വെച്ചതൊക്കെ. അപ്പോൾ ആ പൂക്കളിലിരിക്കുന്ന ആ പൂക്കളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നെടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനെപ്പോഴും ഇതുപോലെ ചെടിയുടെ ചുവട്ടിലാണ് കൊണ്ടിടുന്നത്. നമ്മളിങ്ങനെ നടക്കുന്ന പാതയിലൊന്നും ഇടാൻ പാടില്ല, ചവിട്ടി മതിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചെടിക്ക് ചുറ്റും ഒഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വാടാമല്ലിയൊക്കെ വിത്തൊക്കെ ആയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റി നമുക്ക് നടുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ഒന്നുകിൽ ബാൽക്കണിയിൽ അല്ലെങ്കിൽ ടെറസിലെ ചെടികളിൽ കൊണ്ടുപോയി ഈ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് ഇതുപോലെ പൂക്കളിട്ട് വയ്ക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ ഇതുപോലെ വൈകുന്നേരമാണ് പൂക്കൾ വയ്ക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എടുത്ത് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഉരുളി രണ്ടും എടുത്ത് ആ ഒരു സ്റ്റാൻഡിൻ്റെ അടി പോർഷനിലാണ് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ലീഫൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതും നമ്മുടെ സാധാരണ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് തുടച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മുടെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി മിനിമം ഒരു 3 തവണയെങ്കിലും നമ്മുടെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. നമ്മുടെ ഹാളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വന്നിട്ട് കഴുകുന്നത് ഇവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം ഇത് വൃത്തിയായിട്ട് ഇടാനായിട്ട് ശ്രമിക്കും. പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാഷ് ബേസിൻ വൃത്തിയില്ലാതിരിക്കുകയാണെങ്കിൽ കാണുന്നവർക്കും അതൊരു ഇതായിട്ട് തോന്നത്തില്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വാഷ് ബേസിൻ ഒരു 3-4 തവണയൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വരാറുണ്ട്. ആമി പ്രത്യേകിച്ച് വീട്ടിലുണ്ടെങ്കിൽ പറയുകയും വേണ്ട. സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ഇച്ചിരി നീറ്റായിട്ട് കിടന്നോളും. പിന്നെ ഞാൻ വിം ജെല്ലാണ് യൂസ് ചെയ്തിട്ട് വാഷ് ബേസിൻ കഴുകുന്നത്. വാഷ് ബേസിൻ കഴുകാനായിട്ട് ഒരുപാട് സൊല്യൂഷൻസൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വിം ജെല്ല് ഒഴിച്ചിട്ട് ആ ഒരു ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് കഴുകും. പിന്നെ ആ ഒരു പൈപ്പിൻ്റെ പോർഷനിലാണെങ്കിൽ ഇങ്ങനെ അഴുക്കടിഞ്ഞു കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് വിം ജെല്ലും വിനാഗിരിയും ബേക്കിംഗ് സോഡയും എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡീപ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മാത്രം കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് പൈപ്പിന് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഉപയോഗം ഇല്ലാത്തൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഉരച്ച് കഴുകി എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് തുണി മടക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ തുണി മടക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അമ്മ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയോട് സംസാരിച്ച് തുണികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റൂമിലൊന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ വന്നപ്പോഴത്തേക്കൊണ്ട് നമ്മുടെ ഒരു ചൂല് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബർ നിവേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിൽ ഇതുപോലെ ആ ചൂല് കണ്ടുപിടിച്ചു എന്ന്. അപ്പോൾ വാങ്ങിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർക്ക് യൂസ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ആ കുട്ടി വാങ്ങിയിട്ട് നമുക്ക് ആ ഒരു ഇതിൻ്റെ ലിങ്ക് തരുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് മോപ്പിംഗ് ചെയ്തു. പിന്നെ മോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു ആത്മസംതൃപ്തിയും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മൊത്തത്തിലൊന്ന് കണ്ടു നോക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറൊന്ന് തന്നെയാണല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വന്നിട്ട് ആ ഒരു ബാലൻസ് നിന്നിട്ടുള്ള വെള്ളമൊക്കെ എടുത്തൊന്ന് നമ്മുടെ പടിക്കെട്ടിലൊന്ന് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ മോപ്പ് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെ ഞാൻ കിച്ചൺ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അതൊക്കെ ഞാൻ ഇനിയിപ്പോൾ വൈകുന്നേരമേ ക്ലീൻ ചെയ്യുള്ളൂ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ.
ഒന്ന് ജസ്റ്റ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം, ഒന്ന് ഒതുക്കി ഇടേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വിരിക്കാനായിട്ട് ടെറസിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഒന്ന് നിന്നിട്ട് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഒന്ന് കഴുകി ഇടാമെന്ന് വിചാരിച്ചു. ഡെയിലി ഞാൻ തുണി കഴുകുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം തുണി കൂടുതലുമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്നതുകൊണ്ട് മാക്സിമം തുണികൾ ഞാൻ പെട്ടെന്ന് അങ്ങ് കഴുകി ഇടാനായിട്ട് ശ്രമിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും കോളിഫ്ലവർ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കോളിഫ്ലവർ കറി വെക്കുന്ന ഒരു രീതിയും കൂടെ കാണിച്ചു തരാം. കോളിഫ്ലവറിനുള്ളിൽ ചെറിയ പുഴുക്കൾ കാണും കേട്ടോ. നമ്മൾ എത്രയൊക്കെ നോക്കി മേടിച്ചാലും അതിനകത്ത് ചെറിയ പുഴുക്കൾ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്കൊന്ന് ഒരു 10-15 മിനിറ്റ് ഇട്ടേക്കണം. അപ്പോഴേക്കും ആ പുഴുക്കളൊക്കെ ഒന്ന് ചത്ത് കിട്ടും. അതിനുശേഷം നന്നായിട്ട് നല്ല വെള്ളത്തിൽ കുറേ വെള്ളത്തിൽ അങ്ങോട്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം കോളിഫ്ലവർ ഇട്ടിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കണം. പിന്നീട് ഫ്ലെയിം അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചേക്കരുത്. പിന്നെ ഈ കറി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടി കീറി എടുത്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിലാണ് ഞാനിന്ന് ഈ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വർഷമായിട്ട് ഈ ഒരു രീതിയിലാണ് കോളിഫ്ലവർ കറി വെക്കുന്നത്. ആദ്യമൊക്കെ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് കറി ഇങ്ങനെ ലൂസായിട്ട് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ചാറ് അങ്ങോട്ട് കുറുകി കിട്ടത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൊരു രീതിയാണ്. അപ്പം ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുവാണെങ്കിൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും. അതിനുശേഷം പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് എരിവുള്ള മുളക് പൊടി, ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് ഗരം മസാല, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ചമണം പോയതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം അതിൻ്റെ ഒരു മേൽഭാഗത്ത് നിൽക്കുന്ന കണക്കിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ നമുക്ക് ഇനി വേണ്ടുന്ന കറി കുറുകി വരാനുള്ളൊരു അരപ്പും കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരു അരമുറി തേങ്ങ അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം തേങ്ങയെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചിലപ്പോൾ നട്ട്സ് ചേർക്കും, ചില സമയത്ത് വൈറ്റ് കളറുള്ള കസ്കസ് ഇല്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കും. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിനിടയിൽ തന്നെ നമ്മുടെ കുക്കറൊക്കെ നന്നായിട്ടൊന്ന് വിസിൽ കേട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഞാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമിക്ക് എക്സാം നടക്കുന്നതുകൊണ്ട് അവളെ പഠിപ്പിക്കണം. അപ്പം ഞാനൊരു വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ തന്നെ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് വരും. എന്നാലാണ് എനിക്ക് അവളെ പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുമെന്നുള്ള പേടിയുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ഒന്നും കഴിക്കാതെയൊക്കെ കിടന്ന് ഉറങ്ങിക്കളയും കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് പഠിപ്പിച്ചതിന് ശേഷം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ അതിനിടയിൽ നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. 2 വിസിലൊക്കെ കേട്ടു. അതിനുശേഷം നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഗരം മസാലയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് മസാല. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയാണ്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റാണ്. ദോശയ്ക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ആമിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തു. അവളെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കൊടുത്തത്. അതിനുശേഷം ഞാൻ വൈകുന്നേരം എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുള്ളൊരു സാരിയാണ്, കേരള സാരിയാണ്. നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഓണത്തിന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ
എന്തായാലും പിന്നെ ലേറ്റായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. ആ ഒരു സമയത്ത് ഇത് സ്റ്റോക്ക് ഔട്ടായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റിയാണ്. അപ്പം ഞാനിതിൻ്റെ ഒരു കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാറ്റലോഗും സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. നല്ല തുണിയാണ്, നല്ല ടിഷ്യൂ മെറ്റീരിയലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.